കഴിച്ചോ? കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥകളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇന്ന് ഞാൻ ഒരു സൂപ്പർ കഥയായിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്ത് കൈയൊക്കെ വാഷ് ചെയ്യാറുണ്ടോ? എപ്പോഴും നമ്മള് ക്ലീൻ ആയിരിക്കണം. ഇതാ ഇതുപോലെ. ഇന്നലത്തെ നമ്മുടെ എന്താണെന്നറിയാവോ? വിന്നി. Come, listen. അനിരുദ്ധ്, മോൻ വിന്നിയെ കണ്ടോ? വിന്നി ഒരു സ്മാർട്ട് ഗേൾ ആണെന്ന് മോന് തോന്നുന്നുണ്ടോ? Yes. വിന്നി is a very happy and healthy girl. നിങ്ങളെ പോലെ തന്നെ വിന്നി വളരെ ഹാപ്പിയാണ്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. ഈ ഹെൽത്തി എന്ന് പറഞ്ഞാൽ എന്താ അനിരുദ്ധേ? നല്ല സ്ട്രോങ് ആയ, നല്ല ആരോഗ്യമുള്ള. ഗുഡ് ബോയ്. Mr. Virus always wants to harm Winnie and her friends. So ഇവിടുത്തെ വില്ലൻ ആരാന്നറിയാവോ? വൈറസ് ആണ്. അവൻ എപ്പോഴും വിന്നിയെയും വിന്നിയുടെ ഫ്രണ്ട്സിനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാവോ, നമുക്ക് ചുറ്റും എപ്പോഴും വൈറസും ബാക്ടീരിയ ഒക്കെ ഉണ്ട്. സോ പേഴ്സണൽ ഹൈജീൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ. One day Winnie was at her friend's house. ഒരിക്കലൊരു ദിവസം വിന്നി അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. Her friend took a plate for the snacks. അപ്പോൾ വിന്നിയെ കണ്ടപ്പം അവളുടെ കൂട്ടുകാരി എന്താ ചെയ്തത്? അവൾക്ക് സ്നാക്സ് കൊടുക്കാൻ ഒരു പ്ലേറ്റ് എടുത്തു. Mr. Virus and friends were on the plate. ഈ സമയത്ത് ആ പ്ലേറ്റിൽ ആരാ ഉണ്ടായിരുന്നേ? നമ്മളുടെ വൈറസും ആ വൈറസിന്റെ ഫ്രണ്ട്സും ഒക്കെ ആ പ്ലേറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. Winnie's friend was about to put the snacks into the plate. സോ വിന്നിയെ കണ്ട സന്തോഷത്തില് കൂട്ടുകാരി എത്രയും പെട്ടെന്ന് സ്നാക്സ് ഒക്കെ ആ പ്ലേറ്റിലേക്ക് എടുത്തിടാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ഇത് കണ്ട വൈറസ് എന്താ പറഞ്ഞു നോക്കിക്കേ? ഹാ, we can make her sick. നമുക്ക് ഇവരുടെ എല്ലാവരെയും അസുഖമുള്ളവരാക്കി തീർക്കാം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നിൽക്കുകയാണ് ആ വൈറസ്. അപ്പൊ നമുക്ക് എപ്പോഴും ബാക്ടീരിയയും വൈറസും ഒക്കെ ഉണ്ടോ? യെസ് അനിരുദ്ധ്, നമുക്ക് ചുറ്റും എപ്പോഴും ഈ പറയുന്ന രോഗാണുക്കൾ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കണമെന്ന്. Is it clear for you, Anirudh? Yeah. Hey, wash that plate before using. There may be germs on it, said Winnie. So പ്ലേറ്റ് എടുക്കുന്ന തന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോ വിന്നി ആദ്യം എന്താ പറഞ്ഞത്? Hey, wash that plate before using. അത് യൂസ് ചെയ്യുന്നേക്കാൾ മുമ്പ് ആ പ്ലേറ്റ് ഒന്ന് വാഷ് ചെയ്തേ. There may be germs on it, said Winnie. ആ പ്ലേറ്റിൽ ജെംസ് ഒക്കെ കാണും കേട്ടോ എന്ന് വിന്നി പറഞ്ഞു. Her friend washed the plate. എന്തായാലും വിന്നിയുടെ ഫ്രണ്ട് ആ പ്ലേറ്റ് കഴുകി. Mr. Virus and friends were washed away. അത് കഴുകിയപ്പോ എന്താ സംഭവിച്ചത്? ആ വൈറസും വൈറസിന്റെ ഫ്രണ്ടും ഒക്കെ അവിടുന്ന് ഇല്ലാതായി പോയി, കഴുകി കളഞ്ഞു. അപ്പൊ ആ പ്ലേറ്റ് ക്ലീൻ ആയി. അപ്പൊ നമ്മള് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വേണോ യൂസ് ചെയ്യാൻ? യെസ് അനിരുദ്ധ്, എപ്പോഴും അവത്തില് ഈ പറയുന്ന പൊടിയും ബാക്ടീരിയയും ഒക്കെ കാണും. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നേക്കാളും മുമ്പാട് പാത്രം നല്ല ക്ലീൻ ആണോ എന്നുള്ള കാര്യം നോക്കണം. ക്ലിയർ ആണോ? അനിരുദ്ധ് അങ്ങനെയാണോ ഫുഡൊക്കെ കഴിക്കുക? ഗുഡ് ബോയ്. മോന്റെ ലൈഫിൽ ചെയ്യുന്ന കുറച്ച് ഗുഡ് ഹാബിറ്റ്സ് ഒന്ന് പറയാവോ? ഈ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. പറയാമോ? ഗുഡ്. Wake up early. രാവിലെ എഴുന്നേൽക്കണം. വെരി ഗുഡ്. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ കുഞ്ഞു കുട്ടികളല്ലേ? ഒരു 6:30-7 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കണം. വലിയ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അറ്റ് ഷാർപ്പ് 5 o'clock നേരത്തെ എഴുന്നേറ്റ് ഡെയിലി റുട്ടീൻസ് ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് പഠിക്കാൻ തുടങ്ങണം. ഓക്കെ. വേറൊരു ഗുഡ് ഹാബിറ്റ് പറഞ്ഞേ അനിരുദ്ധ്. വെരി ഗുഡ്. അനിരുദ്ധ് 2 നേരം ബ്രഷ് ചെയ്യാറുണ്ടോ? അപ്പൊ നമ്മള് രാവിലെയും അതോടൊപ്പം തന്നെ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിനേക്കാളും മുമ്പ് ബ്രഷ് ചെയ്യണം. ഓക്കെ. അപ്പം നമ്മളുടെ വായിലൊന്നും ഒരു തരത്തിലുള്ള ബാക്ടീരിയാസിനും വളരാൻ സാധിക്കത്തില്ല. ക്ലിയർ ആണോ? ഗുഡ്.
Then what is the next good habit? Take a bath. വെരി ഗുഡ്. എല്ലാ ദിവസവും നമ്മൾ കഴിയുമെങ്കിൽ 2 നേരം കുളിക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ കുളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ബാക്ടീരിയാസിനൊന്നും നമ്മളുടെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ടേക്ക് എ ബാത്ത് ട്വൈസ് ഇൻ എ ഡേ. ക്ലിയർ? മോനെ, നമ്മൾ എങ്ങനെയുള്ള ഫുഡ് വേണം കഴിക്കാൻ? Healthy food. ആഹാ, ഹെൽത്തി ഫുഡ്. അപ്പൊ ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ജങ്ക് ഫുഡ്സ് ആണോ അത്? അല്ല, അല്ലേ? അതിനു പകരം നമ്മൾ എന്തൊക്കെ കഴിക്കണം? ഫ്രൂട്ട്സ് കഴിക്കണം, മിൽക്ക്, അല്ലേ? പിന്നെ നമ്മളുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കി തരുന്ന ഹോംലി ഫുഡൊക്കെ കഴിച്ചു വേണം നമ്മൾ വളരാൻ വേണ്ടിയിട്ട്, അല്ലേ? ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫുഡ് പോയിസൺ അടിക്കും. ആ സോ എല്ലാം ഉണ്ടാകും. യെസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഹെൽത്തി ഫുഡ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ലീഫി വെജിറ്റബിൾസ്, അതൊക്കെ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയട്ടെ. റീഡിംഗ് ബുക്സ്. ദാറ്റ്സ് എ വെരി ഗുഡ് ഹാബിറ്റ്. ഓക്കെ. നമ്മൾ ഒത്തിരി സമയം ഫോൺ യൂസ് ചെയ്യുന്നതും ടിവിയിലൊക്കെ നോക്കിയിരിക്കുന്നതൊക്കെ നമുക്ക് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കളിക്കുടുക്ക, ആ ഓക്കെ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ബുക്കുകൾ വായിക്കാം, അല്ലെ? ബുക്കിലൊക്കെ ധാരാളം നമുക്ക് ക്രോസ് വേർഡ്, പസിൽസ്, കളറിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്ക്രീൻ ടൈം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ബുക്കുകൾ അമ്മയെ കൊണ്ടും അച്ഛയെ കൊണ്ടും ഒക്കെ വായിച്ച് കേൾക്കുക. നല്ല നല്ല സ്റ്റോറീസ് കേൾക്കുക. അത് നല്ലൊരു ഹാബിറ്റാണ്. വായിച്ചു വേണം കുട്ടികൾ വളരാൻ. ക്ലിയർ? ഓക്കെ. എനിക്ക് കളിക്കാൻ ഒത്തിരി 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 ഇഷ്ടം. അപ്പൊ ചേട്ടായും ഒക്കെ എന്നെ കളിക്കാൻ കൂടും. ദാറ്റ്സ് എ ഗുഡ് വൺ. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ കളിയും കൂടെ വേണം, അല്ലെ? ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ നന്നായിട്ട് കളിക്കണം, വായിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഗുഡ് ഹാബിറ്റ്സ് ആണ്. ക്ലിയർ ആണോ? വെരി ഗുഡ്.